ഇന്നപ്പോൾ നമ്മുടെ പരിപാടി നമ്മൾ കുറച്ച് മാങ്ങ പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ ഈ താഴെ നിൽക്കുന്ന മാങ്ങ നമ്മൾ പറിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിന്നിപ്പോൾ കയറി മേളിലുള്ള മാങ്ങ എല്ലാം കയറി പറിക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ മാവേ കയറി കുറേ മാങ്ങ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഹൗസ് ഓണർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊട്ടിച്ചിരിക്കുന്ന മാങ്ങയാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു കുറച്ച് മാങ്ങ നമുക്കും എടുത്ത് കഴിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം മാങ്ങ ഫുള്ള് ഇതുണ്ട ചാക്കിൽ വെള്ളം വീണിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് പഴുപ്പിക്കാനായിട്ടുള്ള മാങ്ങയാണ്. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളമില്ലാണ്ട് ഒന്ന് തുടച്ച് നല്ല രീതിയിൽ തുടച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കോഴിക്കുട്ടന്മാരൊക്കെ നമ്മൾ മാങ്ങ പറിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം വെക്കുന്നു കേട്ടോ. നമ്മുടെ റോ കിച്ചനുണ്ട് കേട്ടോ നമ്മുടെ കൂടെ മാങ്ങ എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മാങ്ങ എല്ലാം നല്ല കഴുകി വൃത്തിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ മരം പഴുപ്പിക്കാനുള്ള പരിപാടി കേട്ടോ. കാരണം പഴുപ്പിച്ച് കഴിഞ്ഞാൽ നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇതിൻ്റെ പേരാണ് മൂവാണ്ടൻ മാങ്ങ കേട്ടോ. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ എത്ര പേരുണ്ട് മൂവാണ്ടൻ മാങ്ങ ഇഷ്ടമുള്ളവർ, കഴിച്ചിട്ടുള്ളവർ, പഴുത്തതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. നമ്മൾ പൊട്ടിച്ചെടുത്ത മാങ്ങ നന്നായിട്ട് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പീസാക്കി എടുത്തിട്ട് ഇപ്പോൾ ഇത്തിരി ഉപ്പ് നീരും മുളക് പൊടിയും കൂടെ എല്ലാം കൂടെ നമ്മൾ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല. കാരണം ഇത് നാടൻ മാങ്ങയാണ്, വിഷമൊന്നും ചേർക്കാത്ത ഒരു മാങ്ങ ആയതുകൊണ്ട്, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെയുള്ള മാങ്ങ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മൾ മാങ്ങ എല്ലാം നല്ല മുളകൊക്കെ തേച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് കഴിച്ച് നോക്കാൻ പോകാം കേട്ടോ. എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ കഴിച്ചിട്ട് നോക്കിയിട്ടില്ലാത്ത ആൾക്കാരൊന്ന് കഴിച്ചു നോക്കണം. പുളിയും ഉപ്പും മധുരം എല്ലാം കൂടെ ചേർന്നപ്പോൾ നല്ല കിടുക്കൻ ടേസ്റ്റായിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചുമ്മാ ഒന്ന് ഷെയറും കൂടെ ചെയ്തു തരും. ഓക്കെ, ബൈ ബൈ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.